ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം ഒരു ഇച്ചിരി വില പിടിപ്പാണ്. ചില സമയത്ത് പുള്ളിക്കാരെ അങ്ങനെ മുമ്പേ കയറിപ്പോവും, ചില സമയത്ത് ഇനി താഴെ വരും. നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയായിട്ട് ഭയങ്കര ബന്ധമാണ്. ചില സമയത്ത് പെട്രോളിനെക്കാളും ഭയങ്കര വിലയാണ്. ഒന്നുമല്ല, നമ്മുടെ ഉള്ളിവട, സ്വന്തം ഉള്ളി പുള്ളിക്കാരങ്ങ് പോവുക, പിന്നെ തിരിച്ചു വരുന്ന എപ്പോഴേലും ആയിരിക്കും. അപ്പൊ നമുക്ക് ഇപ്പം ഈ ടൈമിൽ ഉള്ളിക്ക് ചെറിയ വില പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഉള്ളിവട ഉണ്ടാക്കാം. ഉള്ളിവട എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലാണ്. പണ്ട് 4 മണിക്ക് കാറ് മൂറ വലിച്ചു കഴിക്കുന്ന ഉള്ളിവട എൻ്റെ വായി വന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൽ അടിപൊളിയായിട്ട് ഉള്ളിവട എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് നോക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ആ നോട്ടിഫിക്കേഷൻ അത് ഞെക്കണം, അല്ലെങ്കിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്നില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഉള്ളിവട എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. കറിയുണ്ടേൽ കള്ളും മുത്താഴം. അപ്പോൾ നമ്മുടെ ഉള്ളിവടയ്ക്ക് വേണ്ടുന്ന ഐറ്റംസാണ് ഇതൊക്കെ. നമുക്ക് ആദ്യമേ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉള്ളി, നല്ല വൃത്തിയായിട്ട് കഴുകി വൃത്തിയാക്കി ഉള്ളിയാണ് വേണ്ടുന്നത്. ഇതിപ്പോൾ ഒരു 1/2 കിലോ ഞാൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പച്ചമുളകാണ്, ഒരു 5 പച്ചമുളക് അരിഞ്ഞതാണിത്. പിന്നെ എന്ന് പറയുന്നത് ഇത് ഇഞ്ചിയാണ്, ഇഞ്ചി ചെറുതായിട്ട് പൊട്ടിയായിട്ട് അരിഞ്ഞതാണ്. പിന്നെ ഉപ്പ് വേണം നമുക്ക്. പിന്നെ ഇതെന്ന് പറയുന്നത് പാമോയിലാണ്. കൂടാതെ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന സാധനമാണ് ഇത് കടലമാവാണ്. കടലമാവ് ഇതിപ്പോൾ ഒരു ബൗളേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇത് മൈദയും ഒരു ബൗളേ എടുത്തിട്ടുള്ളൂ. പിന്നെ എന്ന് പറയുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. നമുക്കൊരു എരിക്കും ചെറിയ ഒരു കളറിനൊക്കെ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ ഇതിത്രയാണ് നമ്മുടെ ഉള്ളിവട ഉണ്ടാക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ. നമുക്കിനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളി നല്ലോണം ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളി അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴുകി വൃത്തിയാക്കിയ ഉള്ളി കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം. നമ്മുടെ ഈ വൈറ്റ് ഇവിടെ ഒരു പോർഷൻ വരും, അത് കട്ട് ചെയ്ത് കളയണം, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളി ഇങ്ങനെ അടന്ന് വരത്തില്ല. അപ്പോൾ അത് കട്ട് ചെയ്തങ്ങ് മാറ്റണം. എന്നിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണം. ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞെടുത്താൽ മതി. വലിയ കനത്തി അരിയരുത്. കനത്തി അരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചുട്ടെടുക്കാൻ പാടായിരിക്കും. കൈ ശ്രദ്ധിക്കണം അതിൻ്റെ കൂട്ടത്തിൽ. ചെറാപറാന്ന് അരിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിക്കൻ പീസിൻ്റെ കൂട്ട് കൈ പീസും കൂടി കഴിക്കേണ്ടി വരും. അപ്പം നല്ലോണമൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കാം. അങ്ങനെ ഓരോ പീസും നമ്മൾ ആ വെള്ളം എടുത്ത് കളഞ്ഞിട്ട് നല്ലോണം കട്ട് ചെയ്തെടുക്കണം. അപ്പം ചെറുതായിട്ട് നമുക്ക് നൈസായിട്ട് അരിഞ്ഞെടുത്താൽ മതി. കൈ ഒന്നും മുറിച്ചെടുക്കരുത്, അതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഉള്ളി നമ്മൾ അരിയാണ്. ഈ ഉള്ളി എല്ലാം അരിഞ്ഞിട്ട് നമുക്കൊരു ബേസിനകത്തിട്ടിട്ട് ഇതൊന്ന് ഞെവിടി എടുക്കണം നല്ലോണം. അപ്പോൾ നമ്മുടെ ഉള്ളി നമ്മൾ നല്ല രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കൊന്ന് ഞെവിടണം. ഒരിച്ചിരി ഉപ്പൊക്കെ ഇട്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ഞെവിടെടുക്കാം. നമ്മൾ നല്ല രീതിയിൽ ഞെവിടണം, എന്നാലേ ഇതൊന്ന് എതളായിട്ട് വരത്തുള്ളൂ. കൂട്ടത്തിൽ നമുക്കൊരിച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലോണമൊക്കെ ഒന്ന് ഞെവിടി വെക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളി ഞാൻ നല്ലോണമൊക്കെ ഒന്ന് ഞെവിടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് നമുക്ക് മാവ് കലക്കാനുള്ള പരിപാടിയാണ്. ആദ്യം നമുക്ക് നമ്മുടെ ഇഞ്ചിയാണ്. ഇതിപ്പം ഞാൻ ഒരു അല്ലി ഇഞ്ചി എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞതാണ്. ആ ഇഞ്ചി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒത്തിരി എണ്ണത്തിനുണ്ട്, നമുക്ക് ചെറുതായിട്ട് ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുളകാണ്, പച്ചമുളക് ഒരു 5 എണ്ണം അരിഞ്ഞതാണ് കേട്ടോ. ഈ 5 എണ്ണം അരിഞ്ഞത് ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യണം നല്ലോണം. നമ്മളിപ്പോൾ ഇട്ടത് ഇഞ്ചിയും പച്ചമുളകുമാണ്. നമ്മൾ നേരത്തെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ ഉപ്പിടാത്തത്. ഇഞ്ചിയും പച്ചമുളകും ഇട്ടിട്ട് നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തു. അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമുക്കിത് കാശ്മീരി റെഡ് ചില്ലിയാണ്, കാശ്മീരി പൊടിയാണ്. അതാകുമ്പം എരിയും കുറവ് കാണും, കുറച്ച് കളറും കാണും. നമുക്കൊരു 1/2 ടീസ്പൂൺ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും ഇട്ടിട്ട് നല്ലോണം ഇളക്കണം. കൈ നീറും, ചെറുതായിട്ട് കൈ നീറും, അത് ശ്രദ്ധിച്ചോണം. നമ്മളിപ്പോൾ ഇട്ടത് കാശ്മീരി റെഡ് ചില്ലിയാണ്, അതും ഇട്ട് നല്ലോണം ഇളക്കുക. എല്ലായിടത്തും പിടിക്കണം. ഇപ്പം കാശ്മീരി റെഡ് ചില്ലി നമ്മൾ ഇട്ടു. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇത് മൈദയാണ്. മൈദ നമുക്ക് കുറച്ച് മതി. നമ്മളിപ്പം പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതിനകത്ത് മൊത്തം മൈദയായിരിക്കും. നമുക്ക് ശരിക്കും പറഞ്ഞാൽ മൈദ ഒരു 2 സ്പൂൺ മതി. നമുക്ക് 2 സ്പൂൺ മൈദ ഇടാം. മൈദ ഇട്ടിട്ട് ഇതാണ് നമ്മൾ മെയിനായിട്ടും ഉള്ളിവട ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനം, കടലമാവാണ്. സാധാരണഗതിയിൽ ഇപ്പം നമ്മൾ തട്ടുകടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനകത്തൊന്നും കടലമാവ് ഇടില്ല, അവർ മൈദ മാത്രമേ കാണത്തുള്ളൂ. അത് നമുക്ക് നല്ലതല്ല മൈദ ഒരുപാട് കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് കടലമാവ് ഒരു 3 സ്പൂൺ ഇടാം. അപ്പോൾ കടലമാവ് 3 സ്പൂൺ ഇട്ട് എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യണം എല്ലാം കൂടി. കടലമാവും മൈദയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് നല്ലോണം നമ്മൾ മിക്സ് ചെയ്യണം. അപ്പോൾ ഇത് ഏകദേശം എല്ലായിടത്തുമൊക്കെ പറ്റി കാണും. നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം, എന്നാലേ നമുക്കിത് ഷേപ്പിനൊന്ന് ഉള്ളിവടയുടെ ഷേപ്പ് ആക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ കുറച്ച് വെള്ളം താളിച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കണം. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിവട വറുത്ത് കോരിയാണ്. അതിന് മുമ്പ് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ മാവൊക്കെ ചേർത്തുകൊണ്ട് ഉപ്പിന് വ്യത്യാസം കാണും. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവുണ്ട്. നമുക്ക് രണ്ടാമത് ഏറ്റവും ലാസ്റ്റ് ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഒട്ടും ഉപ്പ് കാണത്തില്ല. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം, ഒരു ഇച്ചിരി മാവ് എടുത്ത് നാക്കി പരട്ടി നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം ഇതൊന്ന് വറുത്ത് കോരിയെടുത്ത് നമ്മുടെ ഉള്ളിവട ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഉള്ളിവട ഉണ്ടാക്കാനെ കൊണ്ട് തീ കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി ഒന്ന് വെച്ച് കൊടുക്കാം. ചട്ടി വെച്ചിട്ട് ചട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് കുറച്ച് പാം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് പാം ഓയിൽ എടുത്താൽ മതി. വറുത്ത് കോരാനെ കൊണ്ട് ഞാനിപ്പോൾ 1 കിലോ പാം ഓയിൽ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് വറുത്ത് കോരാനെ കൊണ്ട് ഉള്ള അത്രയും എടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് എണ്ണ ചൂടാവുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിവട വറുത്ത് കോരാനെ കൊണ്ടെടുക്കാം. ഇപ്പം ഉള്ളിവടയ്ക്ക് നമ്മൾ ഷേപ്പ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു ഇച്ചിരി വെള്ളം നനവ് വേണം, അല്ലെങ്കിൽ മാവ് ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമുക്ക് ഉള്ളിവടയ്ക്ക് ഉള്ള സെറ്റപ്പ് ചെയ്യാം. ആദ്യം നമ്മൾ ചെറിയതായിട്ട് മാവ് എടുക്കുക. ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ കൂപ്പ് കൈ പോണൊക്കെ ആക്കുക. കറക്റ്റ് ഉള്ളിവടയുടെ ഷേപ്പിലായിട്ടുണ്ട്. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായ സ്ഥിതിക്ക് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഓരോന്നും എടുത്ത് നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് അടുത്ത സെറ്റും കൂടി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിവട നല്ലോണം മൂത്ത് വരുന്നുണ്ട്. നമ്മളിപ്പോൾ ചെറിയ ചട്ടി ആയതുകൊണ്ടാണ് ഈ 3 എണ്ണം ഇട്ടത്. നമ്മൾ വീട്ടിലായതുകൊണ്ട് അത്ര ഹെവി ആയിട്ട് എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തങ്ങളി ഒട്ടാതൊക്കെ ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കണം.
രണ്ട് പുറവും വേവാനെ കൊണ്ട് തിരിച്ചിടണം. അപ്പോൾ നമ്മുടെ ഉള്ളിവട നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റി ആയിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് കോരിയെടുക്കാം. നമ്മുടെ ഉള്ളിവട അടിപൊളിയായിട്ടപ്പോൾ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി അടുത്ത സെറ്റും കൂടി ഇട്ട് കൊടുക്കാം. കൈ പൊള്ളാതെ നല്ലോണം നമുക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉള്ളിവട കട മുഴുവൻ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിവട അടിപൊളിയായിട്ട് നമ്മൾ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിരിക്കും ഇതിപ്പോൾ കഴിക്കാനെ കൊണ്ട്. നിങ്ങളും നിങ്ങളുടെ വീടുകളിലൊക്കെ 4 മണി പലഹാരമായിട്ട് ഉള്ളിവട ഉണ്ടാക്കി നോക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ ബൈ.